പ്രിയപ്പെട്ട കൂട്ടുകാരെ, 10ാം ക്ലാസ്സിലെ ഗണിത ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം. കഴിഞ്ഞ 4 ക്ലാസ്സുകളിലായി നമ്മൾ പഠിച്ചിരുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ ഓർക്കുന്നുണ്ടെന്ന് ഞാൻ കരുതട്ടെ. എന്താ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചത്? വൃത്തത്തിൽ ഒരു സർക്കിളിൽ ഒരു ഡയമീറ്റർ വരച്ച് കഴിയുമ്പോൾ ആ ഡയമീറ്റർ ആ സർക്കിളിനെ 2 തുല്യ ഭാഗങ്ങളായിട്ട് ഭാഗിക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ മുകളിൽ കാണുന്നതും താഴെ കാണുന്നതും തുല്യ ഭാഗങ്ങളാണ്. ആ തുല്യ ഭാഗങ്ങളിൽ ഏതൊരു ബിന്ദുവുമായിട്ട് ഈ ഡയമീറ്ററിൻ്റെ എൻ പോയിൻറ്റ്സിനെ നമ്മൾ യോജിപ്പിച്ചാലും കിട്ടുന്ന ആംഗിൾസിൻ്റെ പ്രത്യേകതയും നമ്മൾക്ക് മനസ്സിലായി. എന്തായിരുന്നു അതിൻ്റെ പ്രത്യേകത? ആംഗിൾസുകളെല്ലാം 90 ഡിഗ്രി ആംഗിൾസ് ആയിരുന്നു അല്ലേ? ഡയമീറ്റർ അല്ലാത്ത ഒരു കോഡാണ് നിങ്ങളൊരു സർക്കിളിൽ വരയ്ക്കുന്നതെങ്കിലോ, ഇപ്പോൾ ഞാൻ വരച്ചിരിക്കുന്നത് ഡയമീറ്റർ അല്ലാത്ത ഒരു കോഡാണ്. അതായത് വ്യാസമല്ലാത്ത ഒരു ഞാൻ നമ്മളൊരു വൃത്തത്തിൽ വരച്ചാൽ, ഇപ്പോൾ നോക്കൂ, നേരത്തെ ഡയമീറ്റർ ഒരു സർക്കിളിനെ ഡിവൈഡ് ചെയ്തതുപോലെ ഈ കോഡ്, അതായത് ഡയമീറ്റർ അല്ലാത്ത ഈ കോഡ് സർക്കിളിനെ 2 തുല്യ ഭാഗങ്ങളായിട്ടാണോ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്? അല്ല അല്ലേ? മുകളിൽ കാണുന്നത് വലിയ ഭാഗവും താഴെ കാണുന്നത് ചെറിയ ഭാഗവുമാണ്. അതായത് ഒരു ലാർജർ പാർട്ട് ഉണ്ടാകും, ഒരു സ്മാളർ പാർട്ട് ഉണ്ടാകും. ഇനി നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്, ഇപ്പം വരച്ച വ്യാസമല്ലാത്ത ഞാണിൻ്റെ, അതായത് ഡയമീറ്റർ അല്ലാത്ത കോഡിൻ്റെ എൻ പോയിൻറ്റ്സുകളെ സർക്കിളിൻ്റെ ലാർജർ പാർട്ടിലും സ്മാളർ പാർട്ടുകളിലെയും ബിന്ദുക്കളുമായിട്ട് യോജിപ്പിക്കുമ്പോഴുണ്ടാകുന്ന കോണുകൾക്ക്, ആംഗിൾസിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? ഇതാണ് ഈ ക്ലാസ്സിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് നമുക്കൊരു ആക്ടിവിറ്റി ചെയ്തുകൊണ്ട് ആരംഭിക്കാം. എല്ലാവരും 5 സെൻറ്റിമീറ്റർ റേഡിയസ് ഉള്ള ഒരു സർക്കിൾ നിങ്ങൾ ആദ്യം നോട്ട്ബുക്കിൽ വരയ്ക്കുക. 5 സെൻറ്റിമീറ്റർ ആരമുള്ള ഒരു വൃത്തം വരച്ചു. എന്നിട്ട് അതിൽ നമ്മൾ ഡയമീറ്റർ അല്ലാത്ത ഒരു കോഡ് ഞാൻ വരയ്ക്കുകയാണ്. നോക്കൂ, നിങ്ങൾക്ക് വേണമെങ്കിൽ മുകൾ ഭാഗത്തും വരയ്ക്കാം, സെൻറ്ററിൻ്റെ മുകൾ ഭാഗത്തും വരയ്ക്കാം, താഴെ ഭാഗത്ത്. ഞാൻ താഴെ വരച്ചു. അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് കാണുമല്ലോ. ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, ഇപ്പോൾ നോക്കൂ, ഈ വൃത്തം 2 ഭാഗങ്ങളായിട്ട് മാറിയിട്ടുണ്ട്. മുകൾ ഭാഗത്ത് കാണുന്നത് വലിയ ഭാഗവും താഴെ കാണുന്നത് ചെറിയ ഭാഗമാണ് അല്ലേ? ഈ വലിയ ഭാഗത്ത് നിങ്ങളൊരു 3 ബിന്ദുക്കൾ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്ത് 3 ബിന്ദുക്കൾ രേഖപ്പെടുത്തും. വലിയ ഭാഗത്ത് 3 ബിന്ദുക്കൾ ഞാൻ രേഖപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ ചെറിയ ഭാഗത്തും നിങ്ങൾ 3 ബിന്ദുക്കൾ രേഖപ്പെടുത്തും. ഇപ്പോൾ വലിയ ഭാഗത്തും ചെറിയ ഭാഗത്തും നമ്മൾ 3 ബിന്ദുക്കൾ വീതം രേഖപ്പെടുത്തി. ഇനി നമ്മൾ ചെയ്യേണ്ടത്, വലിയ ഭാഗത്ത് നിങ്ങൾ രേഖപ്പെടുത്തിയ ബിന്ദുക്കളെ ഞാണിൻ്റെ അഗ്രബിന്ദുക്കളുമായിട്ട് യോജിപ്പിക്കണം. അതായത് കോഡിൻ്റെ എൻ പോയിൻറ്റ്സുകളെ ആ വലിയ ഭാഗത്തിലെ ബിന്ദുക്കളുമായിട്ട് യോജിപ്പിച്ച് ആംഗിൾസുകൾ നിർമ്മിക്കുക. കോഡിൻ്റെ എൻ പോയിൻറ്റ്സുകളെ ഓരോ ബിന്ദുക്കളുമായിട്ട് യോജിപ്പിച്ച്, ആദ്യം വലിയ ഭാഗത്തെ ബിന്ദുക്കളുമായിട്ടാണ് യോജിപ്പിച്ച് ആംഗിൾസ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ മുകൾ ഭാഗത്ത് 3 കോണുകൾ നിർമ്മിച്ചു അല്ലേ? മുകൾ ഭാഗത്ത് നമ്മൾ രേഖപ്പെടുത്തിയ ബിന്ദുക്കളുമായിട്ട് യോജിപ്പിച്ച് 3 കോണുകൾ നമ്മൾ നിർമ്മിച്ചു. ഇനി താഴെയും നമ്മൾ ചെറിയ ഭാഗത്തും, അതായത് സ്മാളർ പാർട്ടിലും നമ്മൾ 3 ബിന്ദുക്കൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവയുമായിട്ടും ഈ എൻ പോയിന്റുകളെ യോജിപ്പിച്ച് ആംഗിൾസുകൾ നിർമ്മിക്കും. ലാർജർ പാർട്ടിലും 3 ആംഗിൾസ് ഉണ്ട്, സ്മാളർ പാർട്ടിലും 3 ആംഗിൾസ് ഉണ്ട്. ഇനി നമുക്ക് ആദ്യം ഈ ലാർജർ പാർട്ടിലെ ആംഗിൾസുകളെ ഒന്ന് അളന്നു നോക്കാം. ഞാനിപ്പോൾ ലാർജർ പാർട്ടിലെ ആംഗിൾസുകളെ അളക്കുകയാണ്. അത് എത്ര ഡിഗ്രി എന്ന് കിട്ടി? ആദ്യത്തെ ആംഗിള് 59 ഡിഗ്രി, 59 ഡിഗ്രി എന്നാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അടുത്ത ആംഗിൾ ഒന്ന് അളക്കൂ. അടുത്ത ആംഗിളും 59 ഡിഗ്രി. എനിക്ക് കിട്ടിയതാണ്, നിങ്ങൾ കിട്ടിയ ആൻസർ നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതൂ. ഇപ്പം മുകൾ ഭാഗത്തെ 3 ആംഗിളുകൾ ഞാൻ അളന്നു കഴിഞ്ഞു. 3ഉം ഒരേ ഡിഗ്രിയാണ് കിട്ടുന്നത്, 59 ഡിഗ്രി. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് താഴെയുള്ള കോണുകളും കൂടെ അളന്ന് നോക്കാം.
താഴെയുള്ള ആദ്യത്തെ കോണെന്ന് പറയുന്നത് 121 ഡിഗ്രി എന്നാണ് കിട്ടിയത്, 121 ഡിഗ്രി. രണ്ടാമത്തെ കോൺ അളക്കുമ്പോഴോ അതും 121 ഡിഗ്രിയാണ്. ഇതും 121 ഡിഗ്രിയാണ് അല്ലേ? അപ്പോൾ നോക്കൂ, നേരത്തെ ഡയമീറ്ററിൻ്റെ എൻ പോയിൻറ്റ്സുകളെ സർക്കിളിലെ ഏത് മുകൾ ഭാഗത്തായാലും താഴെയായിരുന്നാലും എവിടെയും നമ്മൾ യോജിപ്പിക്കുമ്പോൾ കിട്ടുന്ന കോണുകൾ 90 ഡിഗ്രി ആയിരുന്നു. ഇവിടെ അങ്ങനെയാണോ? വലിയ ഭാഗത്തെയും ചെറിയ ഭാഗത്തും ഉണ്ടായ കോണുകൾ തുല്യമാണോ? അല്ല അല്ലേ? പക്ഷേ മുകൾ ഭാഗത്തുണ്ടായ കോണുകളെല്ലാം തുല്യമല്ലേ? അതായത് ഇവിടുത്തെ ലാർജർ പാർട്ടിലുണ്ടായ ആംഗിൾസ് എല്ലാം സെയിം അല്ലേ? സ്മാളർ പാർട്ടിലുണ്ടായ ആംഗിൾസ് എല്ലാം സെയിം അല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടെത്തിയ കണ്ടെത്തലുകൾ എന്തൊക്കെയാണ്? ഒരു സർക്കിളിൽ ഒരു കോഡ് വരച്ചു കഴിഞ്ഞാൽ ആ കോഡ് ആ സർക്കിളിനെ 2 അൺഈക്വൽ പാർട്സായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. കോഡിൻ്റെ എൻ പോയിൻറ്റ്സുകളെ ലാർജർ പാർട്ടിലെ പോയിന്റുകളുമായിട്ട് യോജിപ്പിക്കുമ്പോൾ കിട്ടുന്ന കോണുകൾ തുല്യമാണ്. സ്മാളർ പാർട്ടിലെ പോയിന്റുകളുമായിട്ട് യോജിപ്പിക്കുമ്പോൾ കിട്ടുന്ന കോണുകളും തുല്യമാണ്. എന്നാൽ ഇവ രണ്ടും തുല്യമല്ല. ലാർജർ പാർട്ടിലെ കോണുകളും സ്മാളർ പാർട്ടിലെ കോണുകളും തുല്യമല്ല എന്നാണ് കണ്ടെത്തിയത്. അപ്പോൾ എന്തുകൊണ്ടാണ് കോഡിൻ്റെ എൻ പോയിൻറ്റ്സുകളെ ലാർജർ പാർട്ടിലെ പോയിന്റുകളുമായിട്ട് യോജിപ്പിക്കുമ്പോൾ കിട്ടുന്ന ആംഗിൾസ് എല്ലാം തുല്യമായി എന്ന് നമുക്ക് കണ്ടെത്തണ്ടേ? ഇപ്പം നമ്മൾ 3 പോയിന്റുകളെ കണ്ടെത്തിയിട്ടുള്ളൂ. എല്ലാ പോയിന്റിലും ഇത് തുല്യമാണോ എന്നുകൂടെ നമുക്ക് അറിയണ്ടേ? അതുപോലെ സ്മാളർ പാർട്ടിലെ പോയിന്റ് 3 പോയിന്റുകളെ നമ്മൾ കണ്ടെത്തിയിട്ടുള്ളൂ. ആ സ്മാളർ പാർട്ടിൽ വരുന്ന എല്ലാ പോയിന്റുകളിലും കോഡിൻ്റെ എൻ പോയിൻറ്റ്സുകളെ യോജിപ്പിച്ചാൽ കിട്ടുന്ന ആംഗിൾസ് തുല്യമാണോ എന്ന് നമുക്ക് കണ്ടെത്തണ്ടേ? നമ്മളിവിടെ 3 പോയിന്റുകൾ തുല്യമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. നമുക്കിനി കണ്ടെത്തേണ്ടത് എന്താ? ലാർജർ പാർട്ടിലെ ഏതൊരു ബിന്ദുവുമായിട്ട് ഈ കോഡിൻ്റെ എൻ പോയിൻറ്റ്സുകളെ യോജിപ്പിച്ചാലും കിട്ടുന്ന ആംഗിൾസുകൾ തുല്യമാണോ എന്നാണ് നമ്മൾ ആദ്യം പരിശോധിക്കാൻ പോകുന്നത്. പിന്നീട് നമുക്ക് സ്മാളർ പാർട്ടിലേക്ക് പോകാം. അത് പരിശോധിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ഒരു ജിയോജിബ്ര ആപ്ലെറ്റ് ഒന്ന് നോക്കൂ. ഞാൻ ആദ്യം ഒരു സർക്കിൾ വരയ്ക്കുകയാണ്. എ ബി എന്ന് പറയുന്ന ഡയമീറ്റർ അല്ലാത്ത ഒരു കോഡാണ്. എ ബി എന്ന് പറയുന്നത് ഇവിടെ ഡയമീറ്റർ അല്ലാത്ത കോഡാണ്. ഈ ഡയമീറ്റർ അല്ലാത്ത കോഡ് ഈ സർക്കിളിനെ 2 അൺഈക്വൽ പാർട്സായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ മുകളിൽ കാണുന്നതാണ് ഇതിലെ ലാർജർ പാർട്ട് അല്ലേ, വലിയ ഭാഗം. അതിലൊരു പോയിൻ്റാണ് ഞാൻ പി എന്ന് എടുത്തിട്ടുണ്ട്. എനി പോയിൻ്റ് പി എന്നിരിക്കട്ടെ. ഈ പി എ ഞാൻ ഈ കോഡിൻ്റെ എൻ പോയിൻറ്റ്സുകളുമായിട്ട് 2 വരകൾ വരച്ച് യോജിപ്പിച്ചൊരു കോൺ നിർമ്മിച്ചിട്ടുണ്ട്. ആംഗിൾ പി എന്ന് പറയുന്ന കോൺ. ഇപ്പോൾ നോക്കൂ, ഈ 2 വരകളും അതായത് എ ബിയുടെ എൻ പോയിൻറ്റ്സ് പിയുമായിട്ട് യോജിപ്പിച്ച വരകൾ രണ്ടും സർക്കിളിൻ്റെ സെൻറ്ററിൻ്റെ ഇരുവശങ്ങളിലാണ്. പി എന്ന പോയിൻ്റ് ഇവിടെ ആയിരുന്നപ്പോൾ ഈ 2 വരകളും സർക്കിളിൻ്റെ സെൻറ്ററിൻ്റെ ഇരുവശങ്ങളിലായിട്ട് വരുന്നുണ്ട്. ഇനി പി എ ഞാൻ കുറച്ച് വലത്തോട്ട് നീക്കുകയാണ്. പി എന്ന പോയിൻ്റ് കുറച്ച് കൂടെ വലത്തോട്ട് പോയാൽ ഈ സ്ഥാനത്ത് വരുമ്പോൾ ഒരു വര ഈ സർക്കിളിൻ്റെ ഡയമീറ്ററായിട്ട് മാറുന്നുണ്ട് അല്ലേ? ഒരു വര ഡയമീറ്ററായിട്ടുണ്ട്. ഈ ഭാഗത്ത് വരുമ്പോഴോ പി എന്ന പോയിൻ്റ് ഈ ഭാഗത്ത് വരുമ്പോൾ 2 വരകളും സർക്കിളിൻ്റെ സെൻറ്ററിൻ്റെ ഒരു ഭാഗത്തായിട്ട് മാത്രം മാറുന്നുണ്ട്. തിരിച്ചു വരുമ്പോഴും ആദ്യം ഒരു വര ഇതിൻ്റെ ഡയമീറ്റർ ആകുന്നുണ്ട്, പിന്നീട് 2 വരകളും സർക്കിളിൻ്റെ സെൻറ്ററിൻ്റെ ഒരു വശത്തായിട്ട് മാറുന്നുണ്ട്. ഈ 3 സാഹചര്യത്തിലും ആംഗിൾ പി തുല്യമാണോ എന്നാണ് നമ്മൾ ഇനി ചെക്ക് ചെയ്യാൻ പോകുന്നത്. അതായത് ഈ 3 സാഹചര്യങ്ങളിലും യോജിപ്പിക്കുന്ന വരകൾ വൃത്തകേന്ദ്രത്തിൻ്റെ ഇരുവശങ്ങളിലാകാം. അതിൽ ഒരെണ്ണം വൃത്തത്തിൻ്റെ വ്യാസമായിട്ട് മാറാം, അല്ലെങ്കിൽ ഡയമീറ്ററായിട്ട് മാറാം. മൂന്നാമത്തെ സാഹചര്യം എന്ന് പറയുന്നത് ഇത് രണ്ടും വൃത്തകേന്ദ്രത്തിൻ്റെ ഒരു വശത്ത് മാത്രമായിട്ട് മാറാം. അപ്പോൾ ആദ്യത്തെ സാഹചര്യമാണ് നമ്മളിനി പരിശോധിക്കാൻ പോകുന്നത്. ആദ്യത്തെ സാഹചര്യം എന്ന് പറയുന്നത് എ ബി എന്ന് പറയുന്ന ഈ കോഡിൻ്റെ എൻ പോയിൻറ്റ്സുകളെ
പി എന്ന പോയിന്റുമായിട്ട് യോജിപ്പിക്കാൻ ഉപയോഗിച്ച വരകൾ രണ്ടും വൃത്തകേന്ദ്രത്തിൻ്റെ ഇരുവശങ്ങളിലായിട്ട് വന്നാൽ ആംഗിൾ പിയുടെ പ്രത്യേകത എന്ത് എന്നാണ് നമ്മൾ കണ്ടെത്താൻ പോകുന്നത്. ഇത് കണ്ടെത്താനായിട്ട് സർക്കിളിൻ്റെ സെൻറ്ററിൽ നിന്ന് എയിലേക്കും ബിയിലേക്കും പിയിലേക്കും 3 റേഡിയസുകൾ ഞാൻ വരയ്ക്കുകയാണ്. ഡ്രാ ഒ പി, ഒ എ ആൻഡ് ഒ ബി. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ ആംഗിൾ പിയുടെ പ്രത്യേകതയാണ് അല്ലേ. പക്ഷേ ഈ ആംഗിൾ പി ഇവിടെ ഒ പി വരച്ചതോടുകൂടി രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യപ്പെട്ടു. ഏതൊക്കെയാ? ആംഗിൾ എ പി ഒയും ആംഗിൾ ബി പി ഒയും. അതിൽ ആംഗിൾ എ പി ഒയെ ഞാൻ എക്സ് ഡിഗ്രി എന്നും ആംഗിൾ ബി പി ഒയെ ഞാൻ ഒയ് ഡിഗ്രി എന്നും എടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ആംഗിൾ പി ഇപ്പോൾ എന്തായിട്ട് മാറി? ആംഗിൾ പി എന്ന് പറയുന്നത് ഈ എക്സ് ഡിഗ്രിയും ഒയ് ഡിഗ്രിയും കൂടെ കൂട്ടുമ്പോൾ കിട്ടുന്നതല്ലേ. അതായത് ആംഗിൾ പി ഈസ് ഈക്വൽ ടു എക്സ് ഡിഗ്രി പ്ലസ് ഒയ് ഡിഗ്രിയാണ്. നമ്മൾ അറിയേണ്ടത് ഈ ആംഗിൾ പിയുടെ, അതായത് എക്സ് പ്ലസ് ഒയ് ഡിഗ്രിയുടെ പ്രത്യേകത എന്താണെന്നാണ് നമ്മൾ അറിയേണ്ടത്. അതിന് ആദ്യം നമ്മൾ എ പി ഒ എന്ന് പറയുന്ന ട്രയാങ്കിൾ ഒന്ന് പരിഗണിക്കൂ. ട്രയാങ്കിൾ എ പി ഒ. ഈ ട്രയാങ്കിൾ കാണുമ്പോഴേ തന്നെ നമുക്കറിയാം അതിൻ്റെ 2 വശങ്ങൾ തുല്യമാണ്. ഏതൊക്കെ വശങ്ങളാണ് തുല്യം? എ ഒയും പി ഒയും തുല്യമാണ്. എന്തുകൊണ്ടാണ് തുല്യമായത്? ഇത് ഈ സർക്കിളിൻ്റെ റേഡിയസുകളാണ്, വൃത്തത്തിൻ്റെ ആരങ്ങളാണ്. അപ്പോൾ ഇത് എന്ത് ട്രയാങ്കിളായിട്ട് മാറി? 2 വശങ്ങൾ തുല്യമായ ഒരു ട്രയാങ്കിളായിട്ട് മാറി. ട്രയാങ്കിൾ എ ഒ പി എന്ന് പറയുന്നത് എന്ത് ട്രയാങ്കിളാ? ഒരു ഐസോസെലസ് ട്രയാങ്കിളാണെന്ന് കിട്ടി. അതായത് സമപാർശ്വ ത്രികോണം. സമപാർശ്വ ത്രികോണത്തിൻ്റെ കോണുകളുടെ പ്രത്യേകത നമുക്കറിയാം. എന്താ? സമപാർശ്വ ത്രികോണത്തിൻ്റെ തുല്യവശങ്ങൾക്ക് എതിരെയുള്ള കോണുകൾ തുല്യമായിരിക്കും അല്ലേ. ഇവിടെ ഈക്വൽ സൈഡ്സുകൾ ഏതൊക്കെയാ? എ ഒയും പി ഒയും അല്ലേ. എ ഒയ്ക്ക് എതിരെയുള്ള ആംഗിൾ എക്സ് ഡിഗ്രി ആണെങ്കിൽ പി ഒയ്ക്ക് എതിരെയുള്ള ആംഗിൾ എന്ത് തന്നെയായിരിക്കും? എക്സ് ഡിഗ്രി ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ ട്രയാങ്കിളിൻ്റെ മൂന്നാമത്തെ ആംഗിൾ, അതായത് ആംഗിൾ എ ഒ പി നിങ്ങൾക്ക് കണ്ടുപിടിക്കാമോ? എങ്ങനെ കണ്ടുപിടിക്കും? 3 ആംഗിളിൻ്റെയും തുക എത്രയെന്ന് നമുക്കറിയാം. 180 ഡിഗ്രി ആണെന്നറിയാം അല്ലേ. അങ്ങനെയെങ്കിൽ ആംഗിൾ എ ഒ പി എന്ന് പറയുന്നത് 180 നിന്നും ഈ എക്സ് ഡിഗ്രിയും കൂടെ കൂട്ടിയിട്ട് കുറയ്ക്കുന്നതല്ലേ. അതായത് 180 മൈനസ് എക്സ് ഡിഗ്രിയും കൂടെ കൂട്ടുമ്പോൾ എത്രയാ? 2x ഡിഗ്രി അല്ലേ. അപ്പോൾ 180 മൈനസ് 2x ഡിഗ്രി എന്ന് നമുക്ക് കിട്ടില്ലേ. അപ്പം ഈ ആംഗിൾ എന്ന് പറയുന്നത് 180 മൈനസ് 2x ഡിഗ്രിയാണ്. ഇനി നമുക്ക് അടുത്ത ട്രയാങ്കിൾ ഒന്ന് നോക്കാം. ബി ഒ പി എന്ന് പറയുന്ന ട്രയാങ്കിൾ ഒന്ന് പരിഗണിക്കൂ. അവിടെയും 2 വശങ്ങൾ തുല്യമാണ്. ഏതൊക്കെ വശങ്ങളാണ് തുല്യം? ബി ഒയും പി ഒയും അല്ലേ. ബി ഒയും പി ഒയും തുല്യമാകാൻ കാരണം എന്താ? അത് രണ്ടും സർക്കിളിൻ്റെ റേഡിയകളാണ്. അങ്ങനെയാണെങ്കിൽ അതും എന്ത് ട്രയാങ്കിളായിട്ട് മാറി? ഒരു ഐസോസെലസ് ട്രയാങ്കിളായിട്ട് മാറി. സമപാർശ്വ ത്രികോണമാകുമ്പോൾ അവയുടെ തുല്യവശങ്ങൾക്ക് എതിരെയുള്ള കോണുകൾ തുല്യമായിരിക്കും അല്ലേ. ഇവിടുത്തെ തുല്യവശങ്ങൾ ഏതൊക്കെയാ? ഒ ബിയും ഒ പിയും അല്ലേ. ഒ ബിക്ക് എതിരായിട്ടുള്ള കോൺ ഒയ് ഡിഗ്രി ആണെങ്കിൽ ഒ പിക്ക് എതിരായിട്ടുള്ള കോണും എന്തായിട്ട് മാറും? ഒയ് ഡിഗ്രി ആയിട്ട് മാറും. കണ്ടോ? ഇതും ഒയ് ഡിഗ്രി ആയി. അപ്പോൾ ഈ ട്രയാങ്കിളിലെ 2 കോണുകൾ നമുക്ക് കണ്ടുപിടിച്ചു. എങ്കിൽ മൂന്നാമത്തെ കോൺ നമുക്ക് കണ്ടുപിടിച്ചൂടെ? മൂന്നാമത്തെ കോൺ എന്താ? 180 മൈനസ് ഈ 2 കോണുകളും കൂടെ കൂട്ടിയിട്ട് കുറയ്ക്കണം. 180 നിന്ന് ഒയ്യും കൂടെ കൂട്ടിയാൽ എത്രയാ? 2y അല്ലേ. അപ്പോൾ ഈ കോൺ എത്രയെന്ന് കിട്ടും? 180 മൈനസ് 2y ഡിഗ്രി എന്ന് കിട്ടും. ഈ ബിന്ദു ഉണ്ടല്ലോ നമ്മുടെ വൃത്തത്തിൻ്റെ കേന്ദ്രം, ഈ കേന്ദ്രത്തിന് ചുറ്റുമുള്ള കോണളവ് എത്രയായിരിക്കും? ഒരു ബിന്ദുവിന് ചുറ്റുമുള്ള കോണളവ് എത്രയാ? 360 ഡിഗ്രി അല്ലേ. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിളും ഈ ആംഗിളും കൂടെ കൂട്ടുമ്പോൾ എത്ര ഡിഗ്രി കിട്ടണം? 360 ഡിഗ്രി കിട്ടണം അല്ലേ. അതിൽ ഈ ആംഗിൾ നമുക്കറിയില്ല. ഇത് രണ്ടും നമ്മളിപ്പം കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് അല്ലേ. അങ്ങനെയെങ്കിൽ ഈ അറിയാത്ത ആംഗിളിന് ഞാൻ സി ഡിഗ്രി എന്ന് എടുക്കുകയാണ്. അത് എത്രയെന്ന് എടുത്തു? സി ഡിഗ്രി എന്നെടുത്തു. ലെറ്റ് ആംഗിൾ എ ഒ ബി ഈസ് ഈക്വൽ ടു സി ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ നോക്കൂ, ഈ 3 ആംഗിളും കൂടെ
കൂട്ടുമ്പോൾ നമുക്ക് എത്ര ഡിഗ്രി കിട്ടണം? 360 ഡിഗ്രി കിട്ടണം അല്ലേ? അതായത് 180 മൈനസ് 2x ഡിഗ്രി പ്ലസ് 180 മൈനസ് 2y പ്ലസ് സി ഡിഗ്രി, ഇത്രയും കൂടെ ചേരുമ്പോഴാണ് 360 ഡിഗ്രി ആണല്ലോ. ഈ 3 ആംഗിളുകളും കൂടെ കൂട്ടുമ്പോഴാണ് 360 ഡിഗ്രി. ഇതിൽ 180 കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടും? 360 അല്ലേ? 360 മൈനസ് 2x മൈനസ് 2y പ്ലസ് സി ഡിഗ്രി ഈക്വൽ ടു 360 ഡിഗ്രി അല്ലേ? ഈ 360ഉം ഈ 360ഉം കൂടെ ക്യാൻസലാവും. ബാക്കി എന്ത് വരുന്നുണ്ട് നോക്കൂ. മൈനസ് 2x മൈനസ് 2y പ്ലസ് സി ഈക്വൽ ടു 0. ഇതിൽ നിന്ന് സി കണ്ടുപിടിച്ച് നോക്കൂ. സി ഈസ് ഈക്വൽ ടു ഈ മൈനസ് 2x നെഗറ്റീവ് 2x അപ്പുറത്ത് പോകുമ്പം പോസിറ്റീവ് 2x ആവും. ഈ നെഗറ്റീവ് 2y അപ്പുറത്ത് പോകുമ്പം പോസിറ്റീവ് 2y ആവും. അപ്പോൾ സി ഈസ് ഈക്വൽ ടു 2 കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ 2x നിന്ന് 2y നിന്ന് 2 കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ 2 ഇൻറ്റു എക്സ് പ്ലസ് വൈ എന്ന് കിട്ടും അല്ലേ? 2 ഇൻറ്റു എക്സ് പ്ലസ് വൈ. അത് ഈ എക്സ് പ്ലസ് വൈ എന്താണെന്ന് നമുക്കറിയാം. എക്സ് പ്ലസ് വൈ എന്താ? ആംഗിൾ പി ആണ് അല്ലേ? അപ്പോൾ സി എന്ന് പറയുന്നത് 2 ഇൻറ്റു ആംഗിൾ പി എന്ന് നമുക്ക് കിട്ടി. 2 ഇൻറ്റു ആംഗിൾ പി. അതായത് ആംഗിൾ പി എന്ന് പറഞ്ഞാൽ എന്താവും? സി ബൈ 2 എന്ന് കിട്ടി. ആംഗിൾ പി എന്താ കിട്ടുന്നത്? സി ഡിവൈഡഡ് ബൈ 2. അതായത് ഈ ആംഗിൾ എന്ന് പറയുന്നത്, ആംഗിൾ പി എന്ന് പറയുന്നത് ഏതിൻ്റെ പകുതിയാണ്? സിയുടെ പകുതിയാണ് എന്നാണ് നമുക്ക് കിട്ടിയത്. ഈ സി എന്ന് പറയുന്ന ആംഗിൾ എങ്ങനെയാണ് ഉണ്ടായത്? സി എന്ന് പറയുന്ന ആംഗിൾ ഈ കോഡിൻ്റെ എൻ പോയിൻറ്റ്സ് സർക്കിളിൻ്റെ സെൻറ്ററുമായിട്ടുണ്ടാക്കുന്ന ആംഗിളാണ് അല്ലേ? അപ്പോൾ നമ്മളിപ്പോൾ കണ്ടെത്തിയ കാര്യം എന്താ? കോഡിൻ്റെ എൻ പോയിൻറ്റ്സ് സർക്കിളിൻ്റെ ലാർജർ പാർട്ടിലെ ഒരു പോയിൻറ്റുമായിട്ടുണ്ടാക്കിയ ആംഗിൾ എന്ന് പറയുന്നത് അതേ കോഡിൻ്റെ എൻ പോയിൻറ്റ്സ് സർക്കിളിലെ സെൻറ്ററുമായിട്ടുണ്ടാക്കിയ ആംഗിളിൻ്റെ പകുതിയാണ് എന്നല്ലേ കിട്ടിയത്? അപ്പോൾ നമ്മുടെ കണ്ടെത്തൽ എന്താ? ഒരു കോഡിൻ്റെ എൻ പോയിൻറ്റ്സ് സർക്കിളിൻ്റെ ലാർജർ പാർട്ടിലെ ഒരു പോയിൻറ്റുമായിട്ടുണ്ടാക്കുന്ന ആംഗിൾ എന്ന് പറയുന്നത് ആ കോഡിൻ്റെ എൻ പോയിൻറ്റ്സ് സർക്കിളിൻ്റെ സെൻറ്ററുമായിട്ടുണ്ടാക്കുന്ന ആംഗിളിൻ്റെ പകുതിയാണ്. ആദ്യത്തെ സാഹചര്യത്തിലാണ് കേട്ടോ. ഏത് സാഹചര്യമാണ്? ഈ കോഡിൻ്റെ എൻ പോയിൻറ്റ്സിൽ നിന്ന് വരയ്ക്കുന്ന 2 വരകൾ വൃത്തകേന്ദ്രത്തിൻ്റെ ഇരുവശങ്ങളിലായുമ്പോൾ ഉണ്ടായ കണ്ടെത്തലാണ് നമ്മളിപ്പം പറഞ്ഞത്. ഇവിടെ നോക്കൂ, ഈ സി എന്ന് പറയുന്നത് ഒരിക്കലും മാറില്ല. കാരണം എന്താ? കോഡിൻ്റെ എൻ പോയിൻറ്റ്സ് സർക്കിളിൻ്റെ സെൻറ്ററുമായിട്ടുണ്ടാക്കുന്ന ആംഗിൾ എപ്പോഴും ഈ സി തന്നെ ആയിരിക്കും. പിയുടെ സ്ഥാനം എവിടെ മാറി വന്നാലും ഈ സിയുടെ പകുതിയായിരിക്കും ആംഗിൾ പി അല്ലേ? ആംഗിൾ പി എന്ന് പറയുന്നത് ഈ സി ഡിഗ്രിയുടെ പകുതിയായിട്ട് മാറും. ഇത് മാറാത്തിടത്തോളം കാലം ആംഗിൾ പിയിൽ മാറ്റം ഉണ്ടാകില്ല. അപ്പോൾ ആംഗിൾ പി എന്ന് പറയുന്നത് ആദ്യത്തെ സാഹചര്യത്തിൽ എല്ലായ്പ്പോഴും സെയിം ആയിരിക്കും. ഇനി രണ്ടാമത്തെ സാഹചര്യം നമുക്ക് നോക്കാം. രണ്ടാമത്തെ സാഹചര്യം പറയുന്നത് കോഡിൻ്റെ എൻ പോയിൻറ്റ്സ് പി എന്ന ബിന്ദുവുമായിട്ട് യോജിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ഈ വരകളിൽ ഒരെണ്ണം എന്തായിട്ട് മാറാം? ഡയമീറ്ററായിട്ട് മാറാം. ഇപ്പോഴും നമ്മൾ ആംഗിൾ പിയുടെ അളവെന്ന് പറയുന്നത് നേരത്തെ കണ്ട സി ഡിഗ്രിയുടെ പകുതിയാണോ? അതായത് സി ഡിഗ്രി എങ്ങനെയാണ് കിട്ടുന്നത്? എ ഒ ബി അല്ലേ? കോഡിൻ്റെ എൻ പോയിൻറ്റ്സ് സർക്കിളിൻ്റെ സെൻറ്ററുമായിട്ടുണ്ടാക്കുന്ന ആംഗിളിൻ്റെ പകുതിയാണോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. നോക്കൂ, ഇത് ചെക്ക് ചെയ്യാനായിട്ട് ഞാൻ നേരത്തെ പോലെ വൃത്തകേന്ദ്രത്തിൽ നിന്നും ബിയിലേക്ക് ഒരു വര വരയ്ക്കും. ഒ ബി എന്ന് പറയുന്ന ഒരു വര വരച്ചു. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആംഗിൾ പിയുടെ പ്രോപ്പർട്ടിയാണ്. ആംഗിൾ പിയെ ഞാൻ എക്സ് ഡിഗ്രി എന്ന് എടുത്തെന്ന് വെച്ചോളൂ. ഇല്ല, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ എക്സ് ഡിഗ്രിയും ഈ സി ഡിഗ്രിയും തമ്മിലുള്ള ബന്ധമാണ് നമുക്ക് കണ്ടെത്താനുള്ളത്. അതിനായിട്ട് ആദ്യം നമുക്ക് ഈ ട്രയാങ്കിൾ ഒന്ന് പരിഗണിക്കൂ.
അവിടെയും രണ്ട് വശങ്ങൾ തുല്യമാണ്. ഏതൊക്കെയാ? ഒ ബിയും ഒ പിയും തുല്യമാണ്. എന്തുകൊണ്ടാ? അത് രണ്ടും റേഡിയയാണ്. അങ്ങനെയാണെങ്കിൽ ഒ ബി ഈക്വൽ ടു ഒ പി ആണ്. ഇതൊരു ഐസോസെലസ് ട്രയാങ്കിൾ ആണ്. അങ്ങനെയാണെങ്കിൽ ഇത് എക്സ് ഡിഗ്രി ആണെങ്കിൽ ഇത് എത്രയായിട്ട് മാറും? എക്സ് ഡിഗ്രി ആയിട്ട് മാറും. ഉണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ മൂന്നാമത്തെ കോൺ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിച്ചൂടെ? 180 മൈനസ് 2x ഡിഗ്രി അല്ലേ? 180യിൽ നിന്ന് ഈ രണ്ട് ആംഗിളും കൂടെ കൂട്ടിയിട്ട് കുറച്ചാൽ മതി. അപ്പോൾ ഇത് 180 മൈനസ് 2x ഡിഗ്രിയാണ്. നിങ്ങൾ നോക്കൂ, ഈ രണ്ട് ആംഗിൾ നമുക്ക് സി ഡിഗ്രിയാണ് കണ്ടുപിടിക്കേണ്ടത്. സിയും ഈ ആംഗിളും കൂടെ കൂട്ടുമ്പോൾ ഇത് രണ്ട് ലീനിയർ പെയർ അല്ലേ? രേഖീയ ജോഡികളാണ്. അങ്ങനെയാണെങ്കിൽ അത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ എത്ര ഡിഗ്രി കിട്ടണം? 180 ഡിഗ്രി കിട്ടണം. അതായത് 180 മൈനസ് 2x ഡിഗ്രിയും സി ഡിഗ്രിയും കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടും? 180 ഡിഗ്രി കിട്ടും. ഇരുവശത്തുള്ള ഒരേപോലത്തെ ടേമുകളെ ക്യാൻസൽ ചെയ്തു. അപ്പോൾ സി ഈസ് ഈക്വൽ ടു ഈ മൈനസ് നെഗറ്റീവ് 2x അപ്പുറത്ത് പോകുമ്പോൾ സി ഈസ് ഈക്വൽ ടു പ്ലസ് 2x എന്ന് കിട്ടും. ഈ എക്സ് എന്താണ്? എക്സ് എന്താണ്? ആംഗിൾ പി ആണ് അല്ലേ? അപ്പോൾ സി ഈക്വൽ ടു 2 ഇൻറ്റു ആംഗിൾ പി എന്ന് കിട്ടി. ദെയർഫോർ ആംഗിൾ പി എന്ന് പറയുന്നത് ഇവിടെ എന്തെന്ന് കിട്ടി? സി ബൈ 2 എന്ന് കിട്ടി. സി ഡിഗ്രിയുടെ പകുതിയാണ് ആംഗിൾ പി. അപ്പോൾ ഇവിടെയും നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച കാര്യം തന്നെയാണ് കണ്ടുപിടിച്ചത്. അതെന്താ കണ്ടുപിടിച്ചേ? ഒരു കോഡിൻ്റെ എൻ പോയിൻറ്റ്സ് ലാർജർ പാർട്ടിലെ ഒരു പോയിൻറ്റുമായിട്ടുണ്ടാക്കുന്ന ആംഗിൾ എന്ന് പറയുന്നത് ഈ കോഡിൻ്റെ എൻ പോയിൻറ്റ്സ് സർക്കിളിൻ്റെ സെൻറ്ററുമായിട്ടുണ്ടാക്കുന്ന ആംഗിളിൻ്റെ പകുതിയാണ്. മൂന്നാമത്തെ സാഹചര്യം എന്തായിരുന്നു നമ്മൾ പറഞ്ഞത്? കോഡിൻ്റെ എൻ പോയിൻറ്റ്സിൽ നിന്ന് വരയ്ക്കുന്ന രണ്ട് വരകളും കോഡിൻ്റെ എൻ പോയിൻറ്റ്സിൽ നിന്ന് ലാർജർ പാർട്ടിൽ ഒരു ബിന്ദുവായിട്ട് യോജിപ്പിക്കാൻ വരയ്ക്കുന്ന വരകൾ രണ്ടും വൃത്തകേന്ദ്രത്തിൻ്റെ ഒരു ഭാഗത്ത് മാത്രമായ. ഇത് നോക്കൂ, ഇപ്പോൾ എ ബി എന്ന് പറയുന്ന കോഡിൻ്റെ എൻ പോയിൻറ്റ്സ് ആയ എയിൽ നിന്നും ബിയിൽ നിന്നും വരച്ച രണ്ട് വരകളും ഇപ്പോൾ എവിടെയാണ് കാണുന്നത്? സർക്കിളിൻ്റെ സെൻറ്ററിൻ്റെ ഒരു ഭാഗത്ത് മാത്രമായിട്ടാണ് കാണുന്നത്. ഈ സാഹചര്യത്തിലും നമ്മൾ നേരത്തെ കണ്ടതുപോലെ ആംഗിൾ പി എന്ന് പറയുന്നത് കോഡിൻ്റെ എൻ പോയിൻറ്റ്സ് ഒയുമായിട്ട് യോജിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ആംഗിൾ എ ഒ ബിയുമായുടെ പകുതിയാണോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നേരത്തെ കണ്ടതുപോലെ നമ്മൾ വൃത്തകേന്ദ്രത്തിൽ നിന്നും എയിലേക്കും ബിയിലേക്കും പിയിലേക്കും നമ്മൾ ഓരോ ആരങ്ങൾ വരയ്ക്കുന്നു. നോക്കൂ, ഈ ആംഗിൾ പിയും ഈ സി ഡിഗ്രി, ഇവിടെ സി ഡിഗ്രിയാണ് അല്ലേ? എ ഒ ബി എന്ന് പറയുന്നത് സി ഡിഗ്രി, ഇതും തമ്മിലുള്ള ബന്ധമാണ്. എന്താ ബന്ധമാണെന്ന് നമുക്ക് തെളിയിക്കേണ്ടത്? ഈ കാണുന്ന ആംഗിള് ഈ സിയുടെ പകുതിയാണെന്നാണ് തെളിയിക്കേണ്ടത്. ഇതിനു വേണ്ടി നമ്മൾ തെളിയിക്കാനായിട്ട് ആദ്യം ആംഗിൾ എ പി ഒയെ ഞാൻ എക്സ് ഡിഗ്രി എന്നെടുക്കുകയാണ്. അതുപോലെ ആംഗിൾ ബി പി ഒ ഈ റെഡ് ഇട്ട് കാണുന്ന ഇത്, അതിനെ നമുക്ക് ഒയ് ഡിഗ്രി എന്നും എടുത്തു. അപ്പോൾ ബി പി ഒ എന്ന് പറയുന്നത് ഇത്രയും ഉണ്ട് കേട്ടോ, ഇത്രയും ഭാഗമാണ് ഒയ്. അതിൻ്റെ ഇത്രയും ഭാഗം എന്താണ്? എക്സ് എന്ന് നമ്മൾ എടുത്തു. ആംഗിൾ എ പി ഒ ആണ്, ഈ ആംഗിളാണ്. ഇതാണ് നമ്മുടെ ആംഗിൾ. നമുക്ക് കണ്ടുപിടിക്കേണ്ട ആംഗിൾ എന്ന് പറയുന്നത് കോഡിൻ്റെ എൻ പോയിൻറ്റ്സ് പി എന്ന പോയിൻറ്റുമായിട്ടുണ്ടാക്കുന്ന ആംഗിൾ. അതേതാണ്? ആംഗിൾ എ പി ഒ. ആംഗിൾ എ പി ഒ അത് ഞാൻ വലുതാക്കി കാണിക്കുകയാണ്. ആംഗിൾ എ പി ഒ എന്ന് പറഞ്ഞാൽ ഈ ആംഗിളാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഈ ആംഗിൾ എന്ന് പറയുന്നത് ഈ വലിയ ആംഗിളിൽ നിന്നും ഈ ചെറിയ ആംഗിൾ കുറയ്ക്കുമ്പം കിട്ടുന്നതല്ലേ? വലിയ ആംഗിൾ ഏതാ? ഒയ് ഡിഗ്രിയാണ്. ആ ഒയ് ഡിഗ്രിയിൽ നിന്ന് എക്സ് ഡിഗ്രി കുറയ്ക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? ഒയ് ഡിഗ്രിയിൽ നിന്ന് എക്സ് ഡിഗ്രി കുറയ്ക്കുമ്പോഴാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ട ആംഗിൾ എ പി ബി കിട്ടുക. എന്തുകൊണ്ടാണെന്ന് മനസ്സിലായല്ലോ? ഒയ് ഡിഗ്രിയാണ് ഇത്രയും, അതിൽ നിന്ന് ഈ എക്സ് ഡിഗ്രി പോകുമ്പോഴാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ട ആംഗിൾ കിട്ടുക. ഇനി ഇവിടെ രണ്ട് ട്രയാങ്കിളുകൾ ഉണ്ടാകുന്നുണ്ട്. ആദ്യത്തെ ട്രയാങ്കിൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ട്രയാങ്കിൾ എ പി ഒ പരിഗണിക്കുക. എ പി ഒ അല്ലെങ്കിൽ എ ഒ പി എന്ന് പറയുന്ന ഈ ട്രയാങ്കിൾ, അതിലെ രണ്ട് വശങ്ങൾ എ ഒയും പി ഒയും തുല്യമാണ്. എന്തുകൊണ്ടാണ്? റേഡിയസുകളാണ്. അങ്ങനെയാണെങ്കിൽ ഇത് എക്സ് ഡിഗ്രി ആണെങ്കിൽ ഈ രണ്ട് വശങ്ങൾ തുല്യമാകുമ്പോൾ എ ഒ പി എന്ത് ട്രയാങ്കിളായിട്ട് മാറും? ഐസോസെലസ് ട്രയാങ്കിൾ അഥവാ സമപാർശ്വ ത്രികോണമായിട്ട് മാറും. അങ്ങനെയാണെങ്കിൽ തുല്യവശങ്ങൾക്കെതിരെയുള്ള കോണുകൾ തുല്യമാണ്. ഇത് എക്സ് ഡിഗ്രി ആണെങ്കിൽ ഇവിടെയും എക്സ് ഡിഗ്രി ആയിട്ട് മാറും. അങ്ങനെയെങ്കിൽ ഈ മൂന്നാമത്തെ കോൺ നമുക്ക് കണ്ടുപിടിച്ചൂടെ? ആംഗിൾ എ ഒ പി. ആംഗിൾ എ ഒ പി എന്ന് പറഞ്ഞത്
180 മൈനസ് എക്സ് ഡിഗ്രി പ്ലസ് എക്സ് ഡിഗ്രി, അതായത് 180 മൈനസ് 2x ഡിഗ്രിയാണ്. അതുപോലെ ഈ ട്രയാങ്കിൾ ഒന്ന് പരിഗണിക്കൂ. അതായത് BOP എന്ന് പറയുന്ന ട്രയാങ്കിൾ, BOP എന്ന് പറയുന്ന ട്രയാങ്കിളിൽ BO എന്ന് പറയുന്ന വശവും PO എന്ന് പറയുന്ന വശവും തുല്യമാണ് അല്ലേ? BOയും POയും തുല്യമാണ്. അപ്പോൾ ഇതെന്ത് ട്രയാങ്കിളായിട്ട് മാറി? BOP ഈസ് ആൻ ഐസോസെലസ് ട്രയാങ്കിളായിട്ട് മാറുന്നുണ്ട്. BOP എന്ത് ട്രയാങ്കിളായിട്ട് മാറുന്നുണ്ട്? ഒരു സമപാർശ്വ ത്രികോണമായിട്ട് മാറുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അവയുടെ തുല്യവശങ്ങൾക്ക് എതിരെയുള്ള കോണുകളും തുല്യമായിരിക്കും. ഇവിടെ തുല്യവശങ്ങൾ BOയ്ക്കെതിരെ y ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ POയ്ക്കെതിരെ എത്ര ഡിഗ്രി വരും? y ഡിഗ്രി വരും. ഇപ്പോൾ POയ്ക്കെതിരെ y ഡിഗ്രി വന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ മൂന്നാമത്തെ കോൺ, ഈ കാണുന്ന കോൺ നിങ്ങൾക്ക് കണ്ടുപിടിച്ചൂടെ? ആ ട്രയാങ്കിളിൻ്റെ എന്തായിരിക്കും? 180 മൈനസ് y ഡിഗ്രി പ്ലസ് y ഡിഗ്രി, 180 മൈനസ് 2y ഡിഗ്രി എന്ന് ആ കോണും കിട്ടും. അപ്പോൾ ആംഗിൾ AOB നമുക്കൊന്ന് കണ്ടുപിടിച്ച് നോക്കാം. ആംഗിൾ AOB നമുക്ക് അറിഞ്ഞുകൂടാ, നമ്മൾ സാധാരണ എടുക്കുന്നത് അതിനെ C ഡിഗ്രി എന്നാണ് അല്ലേ? അപ്പോൾ C ഡിഗ്രി നമുക്കൊന്ന് കണ്ടുപിടിച്ച് നോക്കാം. ഈ C ഡിഗ്രി എന്ന് പറയുന്നത്, C ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഇത് തൊട്ട് ഇതുവരെ വരുന്ന ആംഗിളാണ് അല്ലേ? ഇത് തൊട്ട് ഇതുവരെ വരുന്ന ഈ ആംഗിൾ, ഇതെന്ന് പറയുന്നത് ഈ വലിയ ആംഗിളിൽ നിന്നും ഈ ചെറിയ ആംഗിൾ കുറയ്ക്കുന്നതല്ലേ? ഇവിടെ C ഡിഗ്രി എന്ന് പറയുന്നത് ഈ വലിയ ആംഗിളിൽ നിന്ന് ചെറിയ ആംഗിൾ കുറയ്ക്കുമ്പോൾ കിട്ടുന്നതാണ് അല്ലേ? അതായത് 180 മൈനസ് 2x ഡിഗ്രിയിൽ നിന്നും 180 മൈനസ് 2y ഡിഗ്രി കുറയ്ക്കുമ്പോഴാണ് നമുക്ക് C ഡിഗ്രി കിട്ടുക. ഈക്വൽ ടു 180 മൈനസ് 2x മൈനസ് 180 പ്ലസ് 2y. ഈ 180 മൈനസ് 180 കൂടെ ക്യാൻസൽ ആവും. ബാക്കി വരുന്നത് 2y മൈനസ് 2x എന്ന് കിട്ടും. ഇതിൽ നിന്ന് 2 കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ 2 ഇൻറ്റു y മൈനസ് എക്സ് എന്ന് കിട്ടും അല്ലേ? അതായത് C ഡിഗ്രി എന്ന് പറയുന്നത് 2 ഇൻറ്റു y മൈനസ് എക്സ് എന്ന് പറയുന്നത് ഏത് ആംഗിളാണ്? y മൈനസ് എക്സ് എന്ന് പറയുന്നത് ആംഗിൾ APB. ഇതിൽ നിന്ന് ആംഗിൾ APB കണ്ടുപിടിച്ച് നോക്കൂ. ആംഗിൾ APB ഈസ് ഈക്വൽ ടു C ഡിഗ്രി ഡിവൈഡഡ് ബൈ 2 എന്ന് കിട്ടും. ഇവിടെ എന്താ കണ്ടുപിടിച്ചത്? ആംഗിൾ APB ഏതാ? ആംഗിൾ APB എന്ന് പറയുന്നത് AB എന്ന് പറയുന്ന കോഡിൻ്റെ എൻഡ് പോയിൻറ്റ്സ് P എന്ന ബിന്ദുവുമായിട്ട് യോജിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ആംഗിൾ അല്ലേ? നമ്മൾ നേരത്തെ ആംഗിൾ P എന്നൊക്കെ എടുത്തുകൊണ്ടിരുന്ന ആംഗിൾ എന്തെന്ന് കിട്ടി? അതേ കോഡിൻ്റെ എൻഡ് പോയിൻറ്റ്സ് സർക്കിളിൻ്റെ സെൻറ്ററുമായിട്ടുണ്ടാക്കുന്ന ആംഗിളിൻ്റെ പകുതിയാണ്. ഇപ്പോൾ ഈ 3 സാഹചര്യത്തിൽ നമ്മൾ എന്താ കണ്ടെത്തിയത്? ഇഫ് വി ജോയിൻ ഇൻ ദ എൻഡ്സ് ഓഫ് a non-diametrical chord to any point on the larger part of the circle, we get an angle which is half the size of the angle we get by joining them to the center of the circle. ഈ ആശയം നിങ്ങൾ ഓർത്തിരിക്കുക. ഇനി ഞാൻ നിങ്ങൾക്കൊരു അസൈൻമെൻ്റാണ് തരുന്നത്. നേരത്തെ ചെയ്ത ആക്ടിവിറ്റിയിൽ വലിയ ഭാഗത്തെയും ചെറിയ ഭാഗത്തെയും ചില കോണുകൾ നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട്. നിങ്ങൾ അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ കണ്ടുപിടിച്ചുകൊണ്ട് വരേണ്ടത് ഈ വലിയ ഭാഗത്തെ കോണുകൾക്കും ചെറിയ ഭാഗത്തെ കോണുകൾക്കും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. നന്ദി.